ഇ ഡി റെയ്ഡിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ രാത്രി ദില്ലിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയപ്പോഴും റെയ്ഡുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയില്ല. പ്രതിഷേധം ഭയന്ന് വൻ സുരക്ഷാ വലയത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അവന്തിക. തിയോഫിൻ, ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ കൊച്ചിയിലും CMRNന്റെ ഓഫീസിലും ഇ ഡി റെയ്ഡ് ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി ഇന്നലെ ദില്ലിയിൽ നിന്ന് വൈകിട്ടോടെ നെടുമ്പാശ്ശേരിയിലെത്തി. പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതേ സാഹചര്യം തന്നെയായിരുന്നു ദില്ലിയിലും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചതിൽ നിന്ന് ഒഴിവാകുന്നൊരു സാഹചര്യമാണ് കണ്ടത്. അതായത് അദ്ദേഹം കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മറുപടി പറയാമായിരുന്നു. അതായത് ഞാൻ ദില്ലിയിലാണ്, കേരളത്തിലെത്തിയിട്ട് അല്ലെങ്കിൽ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് പ്രതികരിക്കാമെന്നൊരു മറുപടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അതിനൊരു മറുപടിയും നൽകിയിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. അതായത് മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ഈ ദില്ലിയിൽ പോയി പ്രധാനമന്ത്രിയൊക്കെ കാണുന്നു, ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുന്നു. ഇതിനു ശേഷമാണ് ഈ റെയ്ഡ് നടക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം BJPക്ക് മാത്രമായിട്ട് തലയിൽ കെട്ടിവെക്കാൻ കഴിയില്ല. കാരണം BJP കോൺഗ്രസ് ഡീൽ എന്നത് ഇവിടെ വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനെ തുടർന്ന് ഒരു രീതിയിലുള്ള പ്രതികരണവും വന്നിട്ടില്ല. പ്രധാനമായും രാഹുൽ ഗാന്ധിയും മറ്റും ഒന്നും ഇതിനെതിരെ ഒരു രീതിയിലൊരു പ്രതികരണവും ഉന്നയിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിൽ തിരിച്ചെത്തുന്നത്. എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയാതെ ഒഴിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അവന്തിക, തീർച്ചയായും അതായത് കൊച്ചിയിലെത്തിയപ്പോഴും വി ഡി സതീശൻ ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല. അതായത് എറണാകുളത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിക്കുന്നത് ഉൾപ്പെടെ 6ഓളം തവണയാണ് ഇന്നലെ ദില്ലിയിലും കൊച്ചിയിലുമായി മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയത്. എന്നാൽ അതായത് ഇത്രയും തവണ അഞ്ചോളം തവണ ദില്ലിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർ കാണുമ്പോഴും അവസാനം ഇന്നലെ രാത്രി 10:20 കൊച്ചിയിലെത്തുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുന്നു. പക്ഷേ സാധാരണയായി മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്തൊരു വിഷയമുണ്ടെങ്കിലും ഏത് വിഷയത്തിലും വളരെ വേഗം തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാറുള്ള ആളല്ലേ, എന്തുകൊണ്ട് അങ്ങ് മറുപടി ഇതിലൊരു പ്രതികരണം വരുന്നില്ല എന്ന് ചോദിച്ചിട്ടും ചിരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. എന്തായാലും വലിയ പ്രതിരോധത്തിലാണ് വി ഡി സതീശൻ എന്നുള്ളത് ഒരു കാര്യം വ്യക്തമാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, കേരളത്തിനുള്ളിൽ ഈ 10 വർഷത്തോളം മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇത്രയും വലിയൊരു റെയ്ഡ് നടത്തി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടതാണ്. തന്നെയുമല്ല, ഇവിടെ പ്രതിരോധത്തിലായിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം UDF BJP ഡീലെന്നും അതോടൊപ്പം തന്നെ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ദില്ലിയിൽ ചെന്ന് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ കാണുന്നു, BJP നേതാക്കളെയും BJP ഭരണകർത്താക്കളെയും കാണുന്നു. ആ സംസാരിക്കുന്ന ദിവസമാണ് ഇവിടെ റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കൂട്ടി വായിക്കേണ്ടത് കൊണ്ട് തന്നെ ഇതിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന ദിവസം തന്നെ റെയ്ഡ് നടന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് CPIM നേതാക്കൾ പ്രധാനമായും ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ മറുപടി പറയേണ്ട ഒരു ബാധ്യത മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ദില്ലിയിൽ ചെന്ന് ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയതുകൊണ്ടും സ്വാഭാവികമായും ഉണ്ട്. എന്തായാലും ഇതുവരെ പ്രതികരണം അദ്ദേഹത്തിൻ്റേത് വന്നിട്ടില്ല. ഇന്നലെ രാത്രി അദ്ദേഹം ആലുവയിലെ വീട്ടിലാണ്, ദേശത്തുള്ള വീട്ടിലുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരുന്നത്. എന്തായാലും മലപ്പുറത്തെ പരിപാടിയിലേക്ക് പാണക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പാണക്കാട് കുടുംബത്തെ സന്ദർശിക്കാൻ അദ്ദേഹം പോകുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം കോഴിക്കോടേക്ക് പോകും. ഇങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ. എന്തായാലും ഒരു പ്രതികരണം രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം മാധ്യമപ്രവർത്തകർ തേടുന്നുണ്ട്. ഉണ്ടാകും സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ അത് മലപ്പുറത്ത് പ്രതികരണം ഉണ്ടായേക്കാം. എന്താണെങ്കിലും ഈ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രതികരിക്കേണ്ടതുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചെങ്കിൽ കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. നേരത്തെ അവന്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ദേശീയ തലത്തിൽ പ്രതിപക്ഷ സ്ഥാനത്തുള്ള നേതാക്കൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ, സ്റ്റാലിനും അരവിന്ദ് കെജ്രിവാളൊക്കെ ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു പകപോക്കലാണ്, രാഷ്ട്രീയ പ്രതികാരമാണ് എന്നത് നേതാക്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു രീതിയിലേക്ക് ED ഉപയോഗിച്ച് കേന്ദ്രം പോകുമ്പോൾ
പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അനുകൂല ഏതെങ്കിലും രീതിയിൽ, അതായത് റെയ്ഡ് അറിഞ്ഞില്ലെന്നോ, അപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആ റെയ്ഡിൻ്റെ സമയം തങ്ങളെ പോലീസിനെ അറിയിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു മറുപടി അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല. ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഓരോ സ്ഥലത്തു നിന്നും ഓരോ സ്ഥലത്തേക്ക് പോകുന്നു മാത്രമാണ്. ദില്ലിയിൽ നിന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് വൻ സുരക്ഷാ ക്രമീകരണത്തിലാണ് അദ്ദേഹം വീട്ടിലേക്ക് പോയത്. നേരത്തെ വലിയ കോൺവോയ് വേണ്ട, അധിക സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിഷേധം ഭയന്ന കമാൻഡോ വാഹനം ഉൾപ്പെടെ ഒരു സംരക്ഷണത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോയതും അങ്ങനെയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വിമാനത്താവളത്തിന് പുറത്തും അദ്ദേഹം ഇറങ്ങി വരുന്ന ഭാഗത്തെല്ലാം നിറയെ പോലീസിനെ ഇന്നലെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രതിഷേധം ഭയന്ന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവന്തിക. തിയോഫിൻ, നമ്മളിപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ദില്ലിയിൽ ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം ഒരു ചിരി പാസ്സാക്കിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ചിരി വളരെ രീതിയിൽ വൈറലായിട്ട് അദ്ദേഹത്തെ പൂക്കി സതീശൻ എന്നൊക്കെ വിളിച്ച് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഒക്കെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു ധാരണയുണ്ട്, എന്ത് പ്രശ്നം നടന്നാലും എന്ത് ചോദ്യം ചോദിച്ചാലും ഈ ഒരു ചിരി അങ്ങ് പാസ്സാക്കിയാൽ മതി, എല്ലാത്തിനും അതിന് ഉത്തരമാകുമെന്ന്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചിരിയിൽ നിന്ന് അതെല്ലാം വ്യക്തമായിരുന്നു. എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് തന്നെയാണ് ഇന്നലെ ഇവിടെ തിരികെ എത്തിയപ്പോഴും നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ തന്നെ 2 മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ CMRൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് അവർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അവരുടെ വീടുകളിൽ ED റെയ്ഡ് നടത്താനും തയ്യാറായിട്ടില്ല. ഇതെല്ലാം ഒരു തികച്ചും രാഷ്ട്രീയ പകപോക്കൽ എന്ന് തന്നെ കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ EDയും VDയും മോഡിയും കൂടി ചേർന്ന് നടത്തുന്ന, അതായത് കേരളത്തിൽ നിന്ന് CPMനെ തീർത്തും തുടച്ചു നീക്കാം എന്നൊരു ലക്ഷ്യത്തോടെയുള്ള ഒരു പകപോക്കലാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അവന്തിക, അതായത് ഇപ്പോൾ അവന്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കാര്യമാണ്. അതായത് ED, VD, മോഡി ഈ ഒരു കൂട്ടുകെട്ടാണ് ഈ റെയ്ഡിന് പിന്നിൽ എന്ന ആരോപണം ശക്തമാണ്. അത് ശക്തമായതുകൊണ്ട് തന്നെ അതിന് എന്തായാലും VD സതീശൻ എന്ന മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. അതിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ അവന്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ വൈറലായതുപോലെ തന്നെ അല്ലെങ്കിൽ അതേ ചിരി അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലുള്ള പ്രത്യേക ഭാവത്തോടു കൂടിയുള്ള ഒരു ചിരിയൊക്കെ അദ്ദേഹം പാസ്സാക്കുന്നുണ്ട്. സാധാരണ ഒരു ചിരിയല്ല എന്ന് തന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത് കൂടിയുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മാധ്യമങ്ങൾ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാതെ അതിനകത്തുള്ള ഭാവം എന്താണെന്ന് നമുക്ക് സംശയിക്കേണ്ടത്, പുച്ഛഭാവമാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട രീതിയിലുള്ള ഒരു ചിരിയാണ്. അങ്ങനെ ചിരിച്ച് അദ്ദേഹം ഈ വിഷയങ്ങളെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. മലപ്പുറത്തുണ്ട്, കോഴിക്കോട് 2 പരിപാടികളിൽ പങ്കെടുക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ എല്ലായിടത്തും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടും. സ്വാഭാവികമായും ഇന്നലെ നടന്ന ഇത്രയും പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ഔദ്യോഗിക പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടേയില്ല. ഇന്നലെ രാത്രി 10:30 വരെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രതികരണം മാധ്യമപ്രവർത്തകർ തേടുന്നുണ്ട്. എന്തായാലും ഇന്നൊരു പ്രതികരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് പാണക്കാട് തങ്ങളുമായി സന്ദർശനം നടത്തിയ ശേഷമാകാം, അതല്ലെങ്കിൽ കോഴിക്കോടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഇന്നൊരു പ്രതികരണം വരാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ വന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടതെന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ റെയ്ഡിന് പിന്നിൽ ചില രാഷ്ട്രീയ ഗൂഢാലോചനകളുണ്ട് എന്നത് വ്യക്തമാണ്. അതിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിൽ പ്രതിരോധത്തിലായിരിക്കുന്ന മുഖ്യമന്ത്രി തൻ്റെ ഭാഗത്തു നിന്നും പറയേണ്ട മറുപടി ഇതിലുണ്ട്. കാരണം എന്തെങ്കിലും രീതിയിലൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാണ്. ഈ റെയ്ഡിനെ കുറിച്ച് താൻ അറിഞ്ഞില്ല എന്നോ, അല്ലെങ്കിൽ നേരത്തെ അവന്തിക സൂചിപ്പിച്ചതുപോലെ ദില്ലിയിലാണ്, ഞാൻ തിരിച്ച് കേരളത്തിലെത്തി വിവരങ്ങൾ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നോ പറയണം. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ശരി, തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിയോഫിൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മുഖ്യമന്ത്രി ദില്ലിയിൽ നിന്നപ്പോഴും തിരിച്ച് കേരളത്തിലെത്തിയപ്പോഴും ഒരു ചിരി കൊണ്ട് മാത്രം മറുപടിയിൽ ഒതുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഒരു മുഖ്യമന്ത്രി അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആകരുത് എന്നതിന് ഉദാഹരണമാണ് ഇന്നലെ വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും കാട്ടിത്തന്നത്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരു പിണറായി വിജയൻ്റെ
റെയ്ഡ് നടക്കുന്നു. അതേ തുടർന്ന് വലിയ പ്രതിഷേധം അണപൊട്ടുന്നു. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, മാധ്യമങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ പൊക്കി സ്റ്റൈലിൽ അങ്ങ് ചിരിച്ചിട്ട് പോകാമെന്നാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ്റെ നിലപാട്. ഒരു ചിരിയിലൂടെ അങ്ങ് വൈറലായി എന്ന് കരുതി എപ്പോഴും ചിരിക്കുമ്പോൾ അതങ്ങ് വൈറലാകുമെന്ന് കരുതുന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന ഒരു രീതി എന്നാണ് തോന്നുന്നത്. അതൊട്ടും ശരിയല്ലെന്നാണ് പറയാനുള്ളത്.